കഴക്കൂട്ടം MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസുമായി വലിയ തോതിൽ ചർച്ച നടത്തി വരികയാണ്. അതിന് കാരണമാകുന്ന കഴക്കൂട്ടത്ത് ഇക്കുറി കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് നൽകാതിരിക്കാൻ പരമാവധി ശ്രമം നടക്കുകയാണ്. കഴക്കൂട്ടത്ത് 2 തവണ തുടർച്ചയായി ജയിച്ച കടകംപള്ളിക്ക് ഇനി സീറ്റ് കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. അദ്ദേഹത്തിനെതിരെ ഏറ്റവും നിശിതമായി നിയമസഭയ്ക്കകത്തും പുറത്തും വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. നമുക്കറിയാം, കഴക്കൂട്ടം നിയമസഭയുടെ പ്രത്യേകത, ഇവിടെ കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ തോൽപ്പിച്ചത് BJPയുടെ ശോഭാ സുരേന്ദ്രനെയാണ്. 23,400 വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ തകർത്ത് എറിഞ്ഞത്. അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ V മുരളീധരനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് 7,347 വോട്ടുകൾക്കാണ്. അന്ന് കടുത്ത മത്സരമാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടത്. കോൺഗ്രസ് ഏറെക്കാലമായി ഇവിടെ 3-ാം സ്ഥാനത്താണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച സമയത്ത് ശശി തരൂറിനേക്കാൾ 11,000-ഓളം വോട്ടുകളുടെ ലീഡ് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തു. അതായത് BJPയുടെ A ക്ലാസ് മണ്ഡലമായി കഴക്കൂട്ടത്തെ എപ്പോഴും കരുതാറുണ്ട്. ആ കഴക്കൂട്ടത്താണ് കടകംപള്ളി സുരേന്ദ്രനെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് കൃത്യമായി BJPയെ ജയിപ്പിക്കാൻ വലിയ തോതിൽ കളമൊരുക്കാൻ CPIM ശ്രമിക്കുന്നത്. കടകംപള്ളിക്ക് പകരം മറ്റാര് സ്ഥാനാർത്ഥിയായി CPMന് വേണ്ടി ഇവിടെ നിന്നാലും BJP ജയിക്കുന്ന സാഹചര്യം ഒരുക്കാനുള്ള എല്ലാ കളികളും കളിക്കാനാണ് BJPയും CPIMും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി തന്നെ മുൻപേ തീരുമാനമെടുക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ CPIM വിടാൻ നിർണായക നീക്കം ഒരുങ്ങുകയാണ്. നമുക്കറിയാം, മംഗലപുരത്ത് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു, അദ്ദേഹം പാർട്ടി വിട്ടത്, മധു മുല്ലശ്ശേരി, അദ്ദേഹം CPIM വിട്ട് BJPയിലേക്കാണ് ചേക്കേറിയത്. വളരെ നാളുകളായി ഇപ്പോൾ BJP CPIM അന്തർധാര തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് മത്സരിക്കാൻ സീറ്റ് തരില്ല എന്ന നിർണായക നീക്കത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി കോൺഗ്രസിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കടകംപള്ളി കോൺഗ്രസിലേക്ക് വന്നാൽ അത് ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് MA വാഹിദ് ഉൾപ്പെടെയുള്ള മുൻ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇനിയും അവഞ്ഞ് സഹിച്ച് CPIMൽ എത്ര നാൾ കടിച്ചു തൂങ്ങി നിൽക്കും എന്നാണ് കൃത്യമായും കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ CPIM വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം BJPയുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു രീതിയിലും അവിടെ സ്കോപ്പില്ല. BJPക്ക് ജയിച്ചേ പറ്റൂ എന്നൊരു സീറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും അനുവദിക്കാതിരിക്കണമെങ്കിൽ കടകംപള്ളിയെ തന്നെ ഇറക്കണം. പക്ഷേ BJP കൃത്യമായും CPIM നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യണം എന്ന രീതിയിലേക്കാണ്. അതിനൊരിക്കലും കടകംപള്ളി തയ്യാറാവുകയില്ല. ഇതോടുകൂടിയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്.